ഈ ഗ്യാസ് അടുപ്പൊക്കെ ഇങ്ങനെ വെറുതെ കത്തിച്ചു വെച്ചേക്കുന്നത്? ഇപ്പോഴത്തെ ഗ്യാസിന്റെ അന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് പെർഫെക്റ്റ് ആവാത്ത ഒരു സംഭവം ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കാണില്ലേ, അതിപ്പോൾ ഇനി എങ്ങനെയൊക്കെ തലങ്ങും വിലങ്ങും റെസിപ്പി മെഷർമെൻറ്റ്സ് ഒക്കെ അതേപടി നോക്കിയാൽ ഒരിക്കലും ശരിയാവാത്തൊരു സംഭവമാണ്. ആ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ? ബൈ ദ ബൈ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാലപ്പവും മുട്ട റോസ്റ്റും ആണ്. അമ്മയുടെ ഈ ഒരു റെസിപ്പിയിൽ കള്ളോ ഈസ്റ്റോ അങ്ങനെ യാതൊന്നും ചേർക്കുന്നില്ല. തലേ ദിവസം അരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും പിറ്റേ ദിവസം കുറച്ച് തേങ്ങ അരച്ച് ചേർക്കും. പിന്നെ മറക്കാണ്ട് ആഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു സോഡാപ്പൊടി. അത് ഞാൻ എപ്പോഴും മറന്നുപോയി, ഇന്നും ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി. പക്ഷേ എൻ്റെ അമ്മമ്മ, അതായത് അച്ഛൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിൽ തന്നെയാണ്. അതായത് തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര തലേ ദിവസം തന്നെ ഇട്ട് വെച്ചിട്ട് അരി അരയ്ക്കുമ്പോൾ അത് അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ രണ്ട് റെസിപ്പിയിൽ ഏതിനാണ് ടേസ്റ്റ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അമ്മമ്മയുടെ ആണെന്ന്. എനിക്ക് തോന്നുന്നു ഓരോ ജനറേഷൻ കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ഈ എക്സ്പ്രഷൻ വാരി വിതറുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 10 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 7 പ്രാവശ്യം അത് ഫ്ലോപ്പായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച ആ ഒരു ടെക്സ്ചറും ഫ്ലഫിനെസ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടേസ്റ്റും അത്ര മോശമല്ല. പക്ഷേ എന്നിരുന്നാലും അമ്മ ഉണ്ടാക്കുന്ന അത്രയും വരില്ല. എന്തെങ്കിലുമൊക്കെ ശരിയാവുമായിരിക്കും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ശരി.